അപ്പോൾ എല്ലാവർക്കും മൈടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എൽ ജിയുടെ V60 തിങ്ക് 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് എൽ ജിയുടെ പ്രീമിയം സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് സെഗ്മെൻറ്റിൽ വരുന്ന സ്മാർട്ട് ഫോണുകളാണ്, അല്ലെങ്കിൽ സ്മാർട്ട് ഫോണാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ S20 സീരീസുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ എനിക്കിഷ്ടപ്പെട്ട ചില ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി മൈടെക്കിലേക്ക് സ്വാഗതം. ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ക്യാമറയിൽ തന്നെ കൊടുക്കാം. കാരണം ക്യാമറയാണ് ഈ 2020 ഇറങ്ങുന്ന ഒട്ടുമിക്ക എല്ലാ സ്മാർട്ട് ഫോണിൻ്റെയും മെയിനായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു LG V60 തിങ്ക്യൂവിൽ ഉള്ള ക്യാമറയിൽ എന്താണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. എൽ ജിയുടെ V60 തിങ്ക് എന്ന് പറഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണിൽ ഡുവൽ ക്യാമറാസാണ് ബാക്കിൽ വരുന്നത്. സോ 2020 ഡുവൽ ക്യാമറാസ് എന്ന് പറയുന്നത് കുറച്ച് വിയേഡാണ്, ബട്ട് ഇതിൽ ഡുവൽ ക്യാമറാസാണ് വരുന്നത്. ഫസ്റ്റ് ക്യാമറ എന്ന് പറയുന്നത് 64 മെഗാ പിക്സലിൻ്റെ ക്യാമറയും സെക്കൻഡ് ക്യാമറ എന്ന് വെച്ചാൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് 117 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ തരുന്നത്. അത് 16 മെഗാ പിക്സലിൻ്റെതാണ്. ഈ 117 ഡിഗ്രി എന്ന് പറയുന്നത് S20 അൾട്ര വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറവാണ്. കാരണം S20 അൾട്രയിൽ 123 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുന്നുണ്ട്. സോ ഇതിലുള്ള അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ അത്ര വൈഡ് അല്ല എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല ഈ ഒരു ക്യാമറയിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിലുള്ള മെയിൻ കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ മൈക്കാണ്. ഇതിൽ 4 മൈക്കുകൾ കൊടുത്തിട്ടുണ്ട്, മുകളിലും താഴെയൊക്കെ ആയിട്ട് ബാക്കിൽ 4 മൈക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലൂടെ കിട്ടുന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ അത് മാത്രമല്ല ഇതിലുള്ള വീഡിയോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8K 24 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല ബാക്കിലുള്ള ക്യാമറയിൽ ഒരു ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസർ ക്യാമറയും കൂടി കൊടുത്തിട്ടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസറും കൂടി കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ പോർട്രേറ്റ് ഷോട്ട്സും ബോക്കെ എഫക്ട്സിന് നമ്മളെടുക്കുന്ന ഷോട്ട്സൊക്കെ വളരെ മികച്ചതായിരിക്കും. പിന്നെ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ആയിട്ട് വരുന്നത് ഒരു 16 മെഗാ പിക്സലിൻ്റെ ഒരു ഷൂട്ടറാണ്. അതൊരു വൈഡ് ആംഗിൾ ക്യാമറ ആയിട്ടാണ് LG കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള മൈക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈക്കിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ASMR ഓഡിയോ റെക്കോർഡിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഓഡിയോസ് നിങ്ങൾക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു ചിക്കൻ അല്ലെങ്കിൽ കോഴി പൊരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എണ്ണയിലിട്ട് കോഴി പൊരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു സൗണ്ട്, ആ എണ്ണയിലിട്ട് കോഴി ഇങ്ങനെ കറുമറ എന്ന് പറഞ്ഞ് വറുത്ത് വരുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സൗണ്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലൂടെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണുക. അതുമാത്രമല്ല നിങ്ങൾ പിക്ചേഴ്സിൽ അല്ലെങ്കിൽ ഫോട്ടോസിൽ നിങ്ങൾ ബോക്കെ എഫക്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിനെ ബ്ലർ ചെയ്യുന്നത്. LG ഓഡിയോ ബോക്കെ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി അവതരിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ 4 മൈക്രോഫോൺസ് യൂസ് ചെയ്ത് നമ്മുടെ മെയിൻ ഓഡിയോ മാത്രം റെക്കോർഡ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ഫുള്ളി ക്ലിയർ ചെയ്യുന്നൊരു ടെക്നോളജിയാണ് ഈ ഓഡിയോ ബോക്കെ എന്ന് പറയുന്നത്. അത് ഇതിലുള്ള 4 മൈക്സ് യൂസ് ചെയ്തിട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 4 മൈക്ക് യൂസ് ചെയ്തിട്ടാണ് LG ഈ ഒരു ഓഡിയോ ബോക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിക്സൽ ബിന്നിങ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്. നിങ്ങൾക്ക് S20 അൾട്രയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ടെക്നോളജി. അതായത് 64 മെഗാ പിക്സലിൻ്റെ ഫോട്ടോ ബിന്ന് ചെയ്ത് ഒരു 12 മെഗാ പിക്സലാക്കി മാറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഈ പിക്സൽ ബിന്നിങ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മുടെ ഫോട്ടോയുടെ ഷാർപ്നെസ് പോകുന്നുണ്ടെങ്കിലും ഒരുപാട് ലൈറ്റ് ഇതിൽ എൻ്റർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള നൈറ്റ് ഇമേജസ് അല്ലെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് LG പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2020 ഒട്ടുമിക്ക എല്ലാ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺസിലും വരുന്ന പോലെ സ്നാപ്ഡ്രാഗൻ്റെ 865 ആണ് ഇതിലും പ്രോസസ്സറായിട്ട് വരുന്നത്. അതുമാത്രമല്ല 5Gയുടെ കണക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 5G നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ. അതുമാത്രമല്ല നമ്മുടെ ഈ ഇപ്പോൾ മാർക്കറ്റിലുള്ളതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞുള്ള 5G ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണാണ് നമ്മുടെ LG V60 തിങ്ക് എന്ന് പറയുന്നത്. പിന്നെ എനിക്കിതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അല്ലെങ്കിൽ പ്രത്യേകതയുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ആക്സസറിയാണ്, അല്ലെങ്കിൽ ഡുവൽ സ്ക്രീൻ ആക്സസറിയാണ്. ഈ ഒരു ആക്സസറി നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഈ ഒരു ആക്സസറിയിൽ നമ്മുടെ ഫോൺ അല്ലെങ്കിൽ LG V60 തിങ്ക് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്ക്രീനായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഡുവൽ സ്ക്രീൻ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അത് ഈ ഒരു V60 തിങ്കിയുടെ അല്ലെങ്കിൽ LGയുടെ സ്മാർട്ട് ഫോൺസിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററിയാണ്. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 5000 mAhൻ്റെ ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിധത്തിലുള്ള ബാറ്ററി ബാക്കപ്പ് ഈ ഒരു സ്മാർട്ട് ഫോൺ തരും.
പിന്നെയുള്ള ഒരു വലിയൊരു ചോദ്യം, ഞാൻ എൻ്റെ ഒട്ടുമിക്ക എല്ലാ എക്സ്പെക്റ്റേഷൻ വീഡിയോസിലും അല്ലെങ്കിൽ ഫോൺ റിവ്യൂ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ വാങ്ങിക്കണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അതിനുള്ള ഉത്തരവും ഞാൻ തന്നെ പറഞ്ഞുതരാം. ഒരു സ്മാർട്ട് ഫോൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ S20 സീരീസുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കോമ്പീറ്റ് ചെയ്യുന്നത്. ആ ഒരു സീരീസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രൈസിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ V60 Thingy എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ആ S20 സീരീസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ചീപ്പായിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. S20യുടെ ബേസ് വേരിയൻ്റ് തന്നെ തുടങ്ങുന്നത് 79,000 രൂപയ്ക്ക് കണ്ടാണ് S20യുടെ ബേസ് വേരിയൻ്റ് തുടങ്ങുന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് V60 Thingy പ്രൈസ് കുറഞ്ഞുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ബട്ട് നിങ്ങളൊരു ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നിങ്ങളിതിനെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും S20 സീരീസിന് തന്നെയാണ് നല്ല ഫീച്ചേഴ്സ് ഉള്ളത്. അതുമാത്രമല്ല, നിങ്ങൾ ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സംഭവം നിങ്ങൾ വാങ്ങിക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ടെലിഫോട്ടോ ക്യാമറ ഇല്ല, അതുമാത്രമല്ല ഇമേജ് ക്വാളിറ്റി ഒന്നും അത്ര മികച്ചതായിട്ട് റിവ്യൂവേഴ്സ് പറയുന്നില്ല. അത് ഇതിൻ്റെ പോരായ്മ തന്നെയാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാം. കാരണം 4 മൈക്സൊക്കെ ഉണ്ട്. നല്ല കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ഉപകാരപ്രദമാകുന്ന ഫീച്ചേഴ്സൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.